നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ, നിങ്ങളെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ. സാമാന്യ മലയാള ഭാഷ അറിയുന്ന ആർക്കും എൻ്റെ കഥാപാത്രങ്ങളെ പരിചയം ഉണ്ടാകും. ബാല്യകാലസഖി, പ്രേമലേഖനം, വീരാവകാശികൾ, മതിലുകൾ. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. അങ്ങനെ പോണ് ഞങ്ങളെ കൃതികൾ. എൻ്റെ കൃതിയിലെ പ്രധാന വിദ്യന്മാരെ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. നാട്ടിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ആൾ നമ്മളാണ്. സ്ഥലത്തെ പ്രധാന ദിവ്യനി എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയിലെ കഥാപാത്രമായ നാനാ നീട്ടിയാലും അമ്മൂന്. ഞാൻ മജീദ്. ബഷീറിന്റെ ബാല്യകാലസഖി എന്ന നോവലിലെ നായകനാണ് ഞാൻ. ഒന്നും ചേർത്താൽ മണി ബലിയൊന്ന് എന്നാണ് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ചത്. ഞാനാണ് പാത്തുമ്മ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ എന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു. അവളാണ് ബഷീറിന്റെ മൂത്ത സഹോദരി. ബഷീറിന്റെയും കുടുംബത്തെയും ഒപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ. ഇതാ നമ്മളെ ആട്ടിൻകുട്ടി. ഞാൻ ആടിനെ കെട്ടാൻ മറന്നു. ഞാൻ എന്നാ പോട്ടെ. ഞാനാണ് സാറാമ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് ഞാൻ. ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് ഞാൻ. ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ചകൾ ഏറെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ എന്ന ഞാൻ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിന് പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് ഞാൻ. അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് എനിക്ക് ലഭിച്ചത്. ഞാനാണ് സൈനബ. നിങ്ങൾക്കെല്ലാം പരിചിതമായ മുച്ചുറ്റി കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായക കഥാപാത്രമാണ് ഞാൻ. ഒറ്റക്കണ്ണന് പോക്കറുടെ ഓമന മകളാണ് ഞാൻ. സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമൃദ്ധയുമാണ് ഞാൻ. മണ്ഡലമുത്തപ്പെ മുച്ചിട്ടുകളിൽ ജയിപ്പിച്ചത് ഈ സൈനബയുടെ ബുദ്ധിയാണ്.